എല്ലാവർക്കും നമസ്കാരം. രത്നം വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വീഡിയോ എന്ന് പറയുന്നത് കുറച്ച് നിങ്ങളുമായിട്ടൊന്ന് കുറേ കാര്യങ്ങളൊന്ന് ഷെയർ ചെയ്യാൻ വേണ്ടിയാണ്. അപ്പോൾ എന്നെ എല്ലാവർക്കും പരിചയപ്പെടുത്തിയ സ്ഥിതിക്ക് കുറേ കാര്യങ്ങളൊക്കെ ഇന്ന് സംസാരിക്കാമെന്ന് വിചാരിച്ചു. കാരണം കുറച്ച് ദിവസം കൊണ്ട് എന്നെ അലട്ടുന്ന ഒരു വിഷയമാണ് ഞാൻ നിങ്ങളോടുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. ഇഷ്ടംപോലെ മരണങ്ങളൊക്കെ നമ്മുടെ നാട്ടിൽ സംഭവിക്കുന്നുണ്ട്. ഒത്തിരി ജനങ്ങളൊക്കെ നഷ്ടപ്പെട്ടു പോവുകയും അതിനോടനുബന്ധിച്ച് ആൾക്കാരൊക്കെ കഷ്ടപ്പെടുകയും ദുരിതമനുഭവിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മുടെ പ്രകൃതിയുടെ ഓരോ വികൃതികളാണ് അതൊക്കെ. അങ്ങനെ ആൾക്കാരൊക്കെ നമ്മൾ അപ്രതീക്ഷിതമായിട്ട് മനസ്സറിയാതെ വന്നുപെടുന്ന കാര്യങ്ങളാണ്. അങ്ങനെ കുറേ ആൾക്കാരൊക്കെ നഷ്ടപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ ആക്സിഡൻറ്റ് മുഖേന കുറേ ആൾക്കാരൊക്കെ അതും അപ്രതീക്ഷിതമായിട്ട് പെട്ടെന്ന് സംഭവിക്കുന്നതാണ്. അങ്ങനെയൊക്കെയുള്ള നമ്മുടെ സമൂഹത്തിൽ ഒത്തിരി മരണങ്ങളൊക്കെ സംഭവിക്കുന്നുണ്ട്. നമ്മളറിയാതെ തന്നെ സംഭവിക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ അറിഞ്ഞുകൊണ്ട് മരണത്തിലേക്ക് എത്തിപ്പെടുന്ന ചില കാര്യങ്ങളുണ്ട്. അതായത് ഞാനിപ്പോൾ പറയാൻ പോകുന്നത് നമ്മളുടെ ഇടയിലുള്ള കൂടുതലും മരണ കാരണങ്ങൾ, എങ്ങനെയാണ് മരണപ്പെടുന്നത് എന്നുള്ള ഒരു വിഷയത്തെക്കുറിച്ചാണ് ഞാൻ ഇവിടെ പ്രതിപാദിക്കുന്നത്. നമ്മൾ പല മരണങ്ങളുണ്ടെന്ന് ഞാൻ പറഞ്ഞു. പെട്ടെന്ന് ഉണ്ടാകുന്ന മരണങ്ങൾ, രോഗം വന്ന് രോഗശയ്യയിൽ കിടന്ന് മരിക്കുന്നത്, അതൊക്കെ ഉണ്ട്. അപ്പം നമ്മൾക്ക് രോഗം വന്ന് നമ്മൾ രോഗം കണ്ടുപിടിച്ച് രോഗം വന്നു കുറേ നാൾ കിടന്ന് മരിക്കുന്നു. അതൊക്കെ നമ്മൾ പ്ലാൻ ചെയ്തത്. അവർ മരിക്കുന്ന രോഗം വന്നാൽ എന്തെങ്കിലും മരിക്കും, പിന്നെ പ്രായം വന്നാൽ മരിക്കും, പ്രായമായാൽ മരിക്കും ഒക്കെ ചെയ്യും. നമ്മളെല്ലാവരും മരിക്കും. നമുക്കെല്ലാം തലയെ വിധിയിട്ടുണ്ടെങ്കിൽ എപ്പോഴാണ് മരിക്കുന്നത് നമുക്ക് നിശ്ചയിക്കാൻ പറ്റത്തില്ല. മരിക്കുമ്പോൾ നമ്മൾ മരിക്കും. പക്ഷെ നമ്മൾ അറിഞ്ഞിരുന്നുകൊണ്ട് നമ്മളെ അറിയാതെ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ നമ്മൾ ഇന്നലെ കണ്ട മനുഷ്യരെ നേരം വെളുക്കുമ്പം കേൾക്കാം അവരെ മരിച്ചു പോയി, അല്ലെങ്കിൽ കിടന്നുറങ്ങുന്ന മനുഷ്യർ നേരം വെളുക്കുമ്പം അവർ മരിച്ചു കിടക്കുന്നു. ആ ഒരവസ്ഥ ഇനി ആർക്കും ഉണ്ടാവരുത്. അപ്പോൾ ഇതിപ്പോൾ ഞാൻ പറയാൻ കാര്യം, ഈ അടുത്തിടയ്ക്ക് എൻ്റെ ചേട്ടത്തി, അതായത് ഹസ്ബൻഡിൻ്റെ ചേട്ടൻ്റെ വൈഫ് ടീച്ചറാണ്. അവരുടെ ഒരു സഹപ്രവർത്തക, അവരറിയുന്നൊരു ടീച്ചറാണ്. പുള്ളിക്ക് 48 വയസ്സേ ഉള്ളൂ. അവർ ഇപ്പം മരിച്ചിട്ട് ഒരു മാസമായി. നമുക്ക് വളരെ സങ്കടകരമായിട്ടുള്ള ഒരു വാർത്തയായിരുന്നു. അത് കേട്ടപ്പോൾ തൊട്ടും എനിക്ക് വളരെ വിഷമമാണ്. കാരണം നമ്മൾ മരിച്ചു പോകുന്നല്ല, നമ്മളറിയാതെ നമ്മൾ മരണപ്പെടുന്നു. അപ്പം ഞാനിപ്പോൾ പറഞ്ഞു വരുന്നതിൻ്റെ കാരണം, നമുക്കെല്ലാവർക്കും എല്ലാ അസുഖങ്ങളും ഉള്ളതാണ്. നമ്മുടെ ജീവിതശൈലി മൂലം ഉണ്ടാകുന്ന രോഗങ്ങളെക്കുറിച്ചൊക്കെ ഒന്ന് പറയാൻ വേണ്ടിയാണ് ഞാൻ ഈ ഒരു മുഖവുര കൊണ്ടുവന്നത്. അതായത് ജീവിത ശൈലി കൊണ്ടുണ്ടാകുന്ന രോഗങ്ങൾ മൂലമാണ് നമ്മളെല്ലാവരും അറിയാതെ തന്നെ മരണപ്പെടുന്നത്. അപ്പം ഈ ജീവിത ശൈലി എന്ന് വെച്ചാൽ എന്താണ്? നമ്മൾ രാവിലെ ഉണരുന്നു, നമ്മുടെ പ്രഭാത കാര്യങ്ങളൊക്കെ, പല്ല് തേക്കുന്നു, ടോയ്ലറ്റിൽ പോകുന്നു, ഭക്ഷണം പാകം ചെയ്യുന്നു, ജോലിക്ക് പോകുന്നു, ഭർത്താക്കന്മാർ ജോലിക്ക് പോകുന്നു, കുട്ടികളെ സ്കൂളിൽ പറഞ്ഞു വിടുന്നു, ജോലിക്കും സ്കൂളിലൊക്കെ. അതൊക്കെ നമ്മുടെ ജീവിതശൈലിയാണ്. പക്ഷെ നമ്മുടെ ജീവിതശൈലി എന്ന് പറയുമ്പോൾ നമ്മളുടെ ഭക്ഷണ ശൈലിയിലുണ്ടാകുന്ന രോഗങ്ങൾ, അതായത് ഇപ്പം നമ്മളെല്ലാവരും നല്ല ഹെൽത്തി, നല്ല ഹെവി, നല്ല ടേസ്റ്റി ഉള്ള ഫുഡൊക്കെയാണ് കഴിക്കുന്നത്. പണ്ടൊക്കെ നമുക്ക് ഹെൽത്തിയും ഇല്ല, ഹെവിയും ഇല്ല, ടേസ്റ്റും ഇല്ല. പക്ഷെ പണ്ടത്തെയൊക്കെ ഭക്ഷണത്തിന് ഭയങ്കര ടേസ്റ്റായിരുന്നു. നമ്മൾ പച്ചക്കറി, നമ്മളങ്ങനെ സ്ഥിരം പച്ചക്കറി ഇല്ല, മാംസാഹാരങ്ങളില്ല. നമ്മളുടെ പറമ്പിലും പാടത്തുമൊക്കെ നിൽക്കുന്ന പച്ചക്കറികൾ, ഇങ്ങേറ്റം ഈ മരച്ചീനി, പിന്നെ പൂള, കൊള്ളി, അതായത് ചീനി എന്നൊക്കെ പറയും, ഞങ്ങൾ ചീനി എന്ന് പറയും. അതിൻ്റെ കിളിർന്നില പറിച്ച് അവിച്ച് തോരൻ ആക്കി കഴിക്കും. അതുപോലെ തന്നെ ഈ മുരുക്കിൻ്റെ ഇല, അങ്ങനെ പല പല ഇലകൾ, എന്തെല്ലാം ഭക്ഷണയോഗ്യമായിട്ടുള്ള ഇലകൾ നമ്മുടെ ചുറ്റുവട്ടത്തുണ്ടോ അതെല്ലാമായിരുന്നു നമ്മുടെയൊക്കെ ഭക്ഷണം. അന്നൊക്കെ നമുക്ക്
ഫാറ്റ് അധികം ചെല്ലുന്നില്ല, എണ്ണ അധികം ചെല്ലുന്നില്ല, കൊഴുപ്പ് അധികം ചെല്ലുന്നില്ല. നമ്മുടെ സമൂഹത്തിൽ ഈ അസുഖങ്ങളൊക്കെ വളരെ കുറവായിരുന്നു. പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള രോഗങ്ങളൊക്കെ ഉണ്ടാകുന്നത് പണക്കാർക്കെന്നാണ് പറയാറ്. കാരണം അവർക്കേ ഉള്ളൂ ഇതൊക്കെ വിഭവസമൃദ്ധമായിട്ടുള്ള ഭക്ഷണങ്ങളൊക്കെ കഴിക്കാനുള്ള ആസ്തിയും കഴിവും ഒക്കെ ഉള്ളത്. പാവപ്പെട്ടവർക്ക് ഇങ്ങനെയൊക്കെയുള്ള ഭക്ഷണങ്ങളേ ഉള്ളൂ. മരച്ചീനിയുടെ ഇല, അല്ല ചീനി, അതായത് പൂള. അത് ചീനിക്ക് എന്താ നമ്മൾ എല്ലാവരും പറയുന്നത് വെച്ചാൽ ആ സാധനം. പിന്നെ ഞാൻ പറഞ്ഞില്ല, ചുറ്റുവട്ടത്തുള്ള ഈ സാധനങ്ങളൊക്കെയാണ്. അപ്പം നമുക്ക് ആർക്കും പണ്ടൊന്നും ഇങ്ങനെയുള്ള ജീവിതശൈലി രോഗങ്ങളൊന്നുമില്ല. ഇപ്പം നമ്മൾ സ്വീറ്റ് കഴിക്കാത്ത ഒരു വീടെങ്കിലും ഒരു ദിവസം പോലും കാണത്തില്ല. നമ്മളുടെ രക്ഷകർത്താക്കൾ, കുഞ്ഞുങ്ങളുടെ രക്ഷകർത്താക്കൾ, അല്ലെ ഭർത്താവ്, അല്ലെ ഭാര്യ ജോലിക്ക് പോയിച്ച് വരുമ്പോൾ അവർ മക്കളെ സന്തോഷിപ്പിക്കാനായിട്ട് സ്വീറ്റാണ് കൊണ്ടുവരുന്നത്. അതായത് കേക്ക്. ഇതൊക്കെ എന്ന് പറയുമ്പോൾ അതിനകത്ത് ഹൈ കലോറിയാണ് ഉള്ളത്. മനസ്സിലായോ? അപ്പോൾ ഇതൊക്കെ കഴിക്കുമ്പോൾ നമ്മളും കഴിക്കും, നമ്മളെല്ലാവരും കഴിക്കും, വീട്ടിലുള്ളവരെല്ലാം കഴിക്കും. അതുപോലെ തന്നെ മാംസാഹാരം, ഇതെല്ലാം എണ്ണ, നല്ല രുചിയുള്ള ടേസ്റ്റി ഫുഡാണ് നമ്മളെല്ലാവരും ഇപ്പോൾ കഴിക്കും. നമുക്കാർക്കും പിന്നെ വേറുള്ള ടേസ്റ്റ് ഇല്ലാത്ത ഭക്ഷണമൊന്നും വേണ്ട. അപ്പം ഞാനിപ്പോൾ പറഞ്ഞു വരുന്നത്, നമ്മളാരും ടേസ്റ്റുള്ള ഭക്ഷണം കഴിക്കണ്ടെന്നല്ല ഞാൻ പറയുന്നത്. നമ്മളുടെ ഭക്ഷണത്തിൽ കുറേ ലിമിറ്റേഷൻസ്, അതായത് മിതപ്പെടുത്തണം ഭക്ഷണമൊക്കെ. നമ്മുടെ ഭക്ഷണത്തിൽ സമീകൃത ആഹാരം കഴിക്കുകയും വേണം. സമീകൃത ആഹാരം കഴിച്ചില്ലെങ്കിൽ നമുക്ക് ശരീരത്തിന് ആരോഗ്യം ഉണ്ടാകത്തില്ല. ആവശ്യത്തിനുള്ള ഫാറ്റ്, അതുപോലെ തന്നെ എണ്ണ, പിന്നെ പോഷകങ്ങൾ, അതായത് പ്രോട്ടീന്, വൈറ്റമിൻസ്, മിനറൽസ്, അങ്ങനെയൊക്കെയുള്ള ഭക്ഷണങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മൾ ഭക്ഷണം കഴിക്കുകയും വേണം. രാവിലത്തെ ഭക്ഷണം ഇഡ്ഡലി, സാമ്പാർ, പുട്ട്, കടല, പുട്ട്, പയർ, പഴം, പിന്നെ ദോശ, കടല, പിന്നെ വെജിറ്റബിൾ ഇടിയപ്പം, വെജിറ്റബിൾ കറി, ചപ്പാത്തി, വെജിറ്റബിൾ കറി, മുട്ടക്കറി. മുട്ടയ്ക്കകത്തും നമ്മൾ സവാള ഒത്തിരി ചേർക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഇങ്ങനെയുള്ള എണ്ണ അധികം ചേർക്കുക. ഇങ്ങനെയുള്ള ഭക്ഷണങ്ങളൊക്കെ നമ്മൾ രാവിലെ ശീലിക്കുകയും ഉച്ചയ്ക്ക് നമ്മൾ വിഭവസമൃദ്ധം എന്ന് പറയാൻ പറ്റത്തില്ല, ബാലൻസ് ഡയറ്റ്, അതായത് സമീകൃത ആഹാരം, നമ്മളുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള സമീകൃത ആഹാരം. മീൻ കഴിക്കുവാണെങ്കിൽ നമ്മൾക്ക് അതിനകത്ത് പ്രോട്ടീനും കാൽസ്യവും ഒക്കെ കിട്ടും. അതുപോലെ തന്നെ വെജിറ്റബിൾ ആഡ് ചെയ്താൽ അതിനകത്ത് നാര് കിട്ടും. അതുപോലെ തോരൻ, എന്തെങ്കിലും ഒരു തോരൻ, നമ്മുടെ അയ്യത്ത് നിൽക്കുന്ന ഏതെങ്കിലും ഇല, മുരിങ്ങയില, അതുപോലെ തന്നെ അങ്ങനെയുള്ള ഇല, ഞാൻ പറഞ്ഞില്ല, ചീനിയില വരെ നമുക്ക് ഭക്ഷണയോഗ്യമാണ്. അപ്പോൾ അങ്ങനെയുള്ളവരല്ല. അവന് വൈകിട്ട് ചായ, എന്തെങ്കിലും ഒരു നമ്മൾ ഇലയ്ക്കകത്ത് അല്ലെങ്കിൽ ആവിയിൽ പാകം ചെയ്ത എന്തെങ്കിലും ഭക്ഷണം. നമ്മളുടെയൊക്കെ വീടുകളിലിപ്പം ആവിയിൽ പാകം ചെയ്ത ഭക്ഷണമൊന്നുമില്ല. എല്ലാം നമ്മൾ 4 മണി പലഹാരം, സ്നാക്സൊക്കെ തന്നെയാണ്. നമ്മൾ കടയിൽ നിന്ന് വാങ്ങിച്ചില്ല എണ്ണ വീട്ടിലെങ്കിലും വീട്ടിൽ പൊരിച്ച് കഴിക്കുമ്പോൾ നമുക്കൊരു പ്രത്യേകതയുണ്ട്. നമ്മളപ്പം ചുടുന്ന എണ്ണ വെച്ച് ആ എണ്ണ തന്നെ ഉപയോഗിക്കുന്ന എണ്ണ വീണ്ടും ഉപയോഗിച്ച് വേവിക്കരുതെന്നാണ് പറയുന്നത്. അതിനകത്ത് ഹൈ കലോറി ഉണ്ടാകും, ക്യാൻസർ ഉണ്ടാകാനുള്ള സാധ്യതയും ഉണ്ട്. അപ്പോൾ ഞാനത് ആരെയും കുറ്റമൊന്നും പറയുമല്ല. അപ്പോൾ അങ്ങനെയുള്ള ഭക്ഷണങ്ങൾ ശീലിക്കുക. അതുപോലെ വൈകിട്ട് നമ്മൾ എന്തെങ്കിലും ലഘു ഭക്ഷണങ്ങൾ, നമുക്കിപ്പോൾ അങ്ങനെയൊന്നും പറ്റത്തില്ല. ഹെവി ഫുഡ് കഴിച്ചിട്ടുള്ളവരെ ലൈറ്റ് ഭക്ഷണം കഴിക്കാനെന്ന് പറഞ്ഞാലൊന്നും നടക്കുന്ന കാര്യമില്ല. എങ്കിലും നമ്മൾ ഫാറ്റ്, കൊഴുപ്പൊക്കെ കുറച്ചൊക്കെ കുറച്ച് ഭക്ഷണം ശീലിക്കാൻ നമ്മൾ ശ്രമിക്കണം. അപ്പോൾ ഞാൻ പറഞ്ഞു വരുമ്പോൾ ഒത്തിരി സമയമെടുക്കുന്നു, കാരണം നമുക്ക് സമയപരിധി ഉണ്ടല്ലോ. അപ്പം നമ്മുടെ ജീവിതശൈലി മൂലമുണ്ടാകുന്ന അസുഖങ്ങൾ എന്തൊക്കെയാണെന്നൊന്ന് ഞാൻ പറയാം. ഫസ്റ്റ്, രക്തസമ്മർദ്ദം, അതായത് ഹൈപ്പർ ടെൻഷൻ എന്ന് പറയും. പിന്നെ പ്രമേഹം, അതായത് ഡയബറ്റീസ്. പിന്നെ അതിന് ഷുഗർ എന്നൊക്കെ പറയുമല്ലോ നമ്മൾ, ഷുഗർ പേഷ്യൻ്റ്, അല്ല പിന്നെ ഷുഗർ രോഗി, അല്ലെങ്കിൽ പഞ്ചസാരയുടെ അസുഖം, ഇങ്ങനെയൊക്കെ പറയും. പിന്നെ കൊളസ്ട്രോള്, ഹാർട്ടിന്, അത് സംബന്ധിച്ച് ഹാർട്ടിന് അസുഖം. പിന്നെ കിഡ്നി ഡിസീസ്. അതുപോലെ തന്നെ നമ്മളുടെ ക്യാൻസർ, അതായത് കുടൽ ക്യാൻസർ, ആമാശയ ക്യാൻസർ, പിന്നെന്താണ് നമ്മുടെ അന്നനാള ക്യാൻസർ, പിന്നെ ലിവർ ക്യാൻസർ. ഇതൊക്കെ നമ്മുടെ ഭക്ഷണശൈലി കൊണ്ടുണ്ടാകുന്ന ക്യാൻസറാണ്. അപ്പോൾ നമ്മൾ ഭക്ഷണശൈലിയിൽ, നമ്മളുടെ ഭക്ഷണത്തിൽ എണ്ണ, കൊഴുപ്പ്, ഉപ്പ്, മധുരം, ഇതൊക്കെ കുറച്ച് മിതമായിട്ട് ഉപയോഗിച്ചാൽ നമുക്ക് ഇങ്ങനെയുള്ള രോഗങ്ങളിൽ നിന്നൊക്കെ മുക്തി നേടാൻ സാധിക്കും. പിന്നെ നമുക്ക് ഈ ജീവിതശൈലി രോഗങ്ങൾ ചിലരുടെ ശരീരഘടന അനുസരിച്ച് ചിലപ്പോൾ ഈ ഷുഗറും പ്രഷറും
കൊളസ്ട്രോളും ഒക്കെ ചിലർക്ക് ജീവിത ശൈലി ഇല്ലെങ്കിലും ശരീരത്തിൻ്റെ ഒരു ചില പ്രത്യേകത കൊണ്ട് അങ്ങനെ ഒക്കെ വരാനുള്ള സാധ്യതയുണ്ട്. പിന്നെ നമ്മൾ മരിക്കുമ്പം എങ്ങനെയായാലും നമ്മൾ മരിക്കാൻ നമുക്കിപ്പം നമ്മുടെ ആയുസ് എത്രത്തോളം ദൈവം തന്നിട്ടുണ്ട്, ആ ആയുസ് വരെ നമ്മൾ ജീവിക്കത്തുള്ളൂ എന്തായാലും. പണ്ടൊരു കഥയുണ്ട്, ഒരാൾ ഇന്ന സമയത്ത് മരിക്കും എന്ന് ഒരു പ്രവചനം ഉണ്ടായിരുന്നു. പാമ്പ് കടിച്ച് മരിക്കുമെന്ന്, അത് ഞാൻ പറഞ്ഞു കേട്ടിട്ടുള്ളതാണ്. അപ്പോൾ ഈ പുള്ളി എന്തോ തുരങ്കം ഉണ്ടാക്കി അതിനകത്ത് ഇങ്ങനെ പാമ്പ് വരത്തില്ലല്ലോ അവിടെ തുരങ്കത്തിൽ സിമെൻറ്റും ഒക്കെ ചെയ്ത് എന്തോ ഒരു ഗുഹ ഉണ്ടാക്കി അതിലിരുന്നു, തുരങ്കം ഉണ്ടാക്കിയിരുന്നു. അപ്പോൾ പുള്ളിക്ക് തോന്നി ഒരു പാമ്പിനെ ഒന്ന് വരയ്ക്കാമെന്ന്. അപ്പോൾ പുള്ളി പാമ്പിനെ വരച്ച് ആ പാമ്പ് വന്ന് പുള്ളിയെ കടിച്ചു, പുള്ളി മരിച്ചു എന്നാണ് പറയുന്നത്. അപ്പം മരിക്കാൻ സമയമാകുമ്പം എങ്ങനെങ്കിലും നമ്മൾ മരിച്ചിരിക്കും. പക്ഷെ നമ്മൾ അറിഞ്ഞുകൊണ്ട് മരിക്കേണ്ട, നമുക്ക് എന്തെങ്കിലും അസുഖമുണ്ടോ നമ്മൾ അറിയുക. അപ്പം നമ്മൾ പറഞ്ഞു വരുന്നത്, ഒരു 35 വയസ്സ് കഴിയുന്നവരെല്ലാവരും നമ്മളുടെ ബോഡി ചെക്കപ്പ് നടത്തിയിരിക്കണം. നമ്മളുടെ ആരോഗ്യ കേന്ദ്രങ്ങളിൽ ഇതിന് കേന്ദ്രീകരിച്ചുകൊണ്ടല്ല വ്യാഴാഴ്ചയും ജീവിതശൈലി രോഗ ക്ലിനിക്കുണ്ട്. പിന്നെ നമ്മളുടെ പ്രദേശത്തുള്ള ആരോഗ്യ ഉപകേന്ദ്രങ്ങളുണ്ട്. അവിടെയും ഏതൊക്കെയോ ദിവസങ്ങളിലാണ് അന്വേഷിച്ചാൽ അറിയാം അവിടെ ക്ലിനിക്ക് എന്നാണെന്ന്, ജീവിതശൈലി രോഗനിർണയ ക്ലിനിക്ക്. അപ്പോൾ അതുപോലെ തന്നെ ആശാപ്രവർത്തകർ, അങ്ങനെ ഒത്തിരി ആരോഗ്യ പ്രവർത്തകരുണ്ട്. അവരെ സമീപിച്ചാൽ എന്നാണ് നമ്മളുടെ ഈ സെൻറ്ററുകളിൽ ജീവിതശൈലി രോഗ ക്ലിനിക്ക് നടത്തുന്നതിന് തിരക്കിയിട്ട് നമ്മൾ പോയി നോക്കുക. നമുക്ക് പ്രഷർ, ഷുഗർ ഒക്കെ, പ്രഷറും ഷുഗറും അവിടെ നോക്കത്തുള്ളൂ. പിന്നെ ഈ കൊളസ്ട്രോളൊക്കെ നോക്കണമെന്നുണ്ടെങ്കിൽ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻറ്ററിൽ തന്നെ പോകണം. അപ്പം നമ്മൾ അവിടെ ചെന്നിട്ട് നമുക്ക് പ്രഷറുണ്ടോ ഷുഗറുണ്ടോ എന്നൊക്കെ നോക്കണം. നോക്കി ഇല്ലെങ്കിൽ നമ്മൾ ഉറപ്പുവരുത്തി അത് വരാതിരിക്കാൻ വേണ്ടി നമ്മുടെ ഭക്ഷണക്രമം പാലിക്കുക. ഇതുണ്ടെങ്കിൽ നമ്മൾ മരുന്ന് സ്റ്റാർട്ട് ചെയ്യുക തന്നെ വേണം. ഇതിനെക്കുറിച്ച് കൂടുതൽ വിശദമായിട്ട് ഞാൻ ഇനി അടുത്ത ഒരു ക്ലാസ് എടുക്കുന്നതായിരിക്കും. ക്ലാസ്സല്ല, എനിക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ നിങ്ങളെയൊക്കെ പറഞ്ഞു. അപ്പം ഞാൻ ആ ടീച്ചർ മരിച്ച കാര്യം പറഞ്ഞില്ലല്ലോ. പുള്ളിക്ക് ഇതുപോലെ രാത്രി കിടന്ന് ഭക്ഷണം ഭർത്താവിനും മക്കൾക്കൊക്കെ ഭക്ഷണം കൊടുത്തിട്ട് രാത്രി ഉറങ്ങാൻ കിടന്നാൽ നേരം വെളുത്തപ്പോൾ പുള്ളി അനക്കമില്ല. നമ്മൾ ഹോസ്പിറ്റലിൽ അവർ കൊണ്ടുപോയപ്പം ബ്രെയിൻ ഡെത്തായെന്ന് കണ്ടു. അങ്ങനെ പുള്ളിയുടെ മരിച്ചുപോയി. പുള്ളിയുടെ അവയവദാനമൊക്കെ നടത്തിയായിരുന്നു. അത് ഇങ്ങനെ പറഞ്ഞറിവേ ഉള്ളൂ, എനിക്ക് ഞാൻ നേരെ കണ്ടില്ല. അപ്പം നമുക്ക് എന്താണ് ആ ടീച്ചറിന് അങ്ങനെ സംഭവിച്ചത്, അല്ലെങ്കിൽ വേറൊരാൾക്ക് അങ്ങനെ സംഭവിച്ചത്? നമ്മൾ വെറുതെ നടക്കുക, നമുക്കൊരു അസുഖമില്ല, നമ്മളെല്ലാം ബാധിക്കും. എനിക്കൊരു അസുഖമില്ല, എനിക്കൊരു പനി പോലും വന്നിട്ടില്ല, ഞാൻ ആശുപത്രി കിടന്നിട്ടുമില്ല, ഞാൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്ത് കിടന്നിട്ടുമില്ല, എൻ്റെ പനിക്ക് പോലും മരുന്ന് വാങ്ങിച്ച് കഴിച്ചിട്ടില്ല. പക്ഷേ ഇങ്ങനെ പറയുന്നവർക്കായിരിക്കും ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്ന് നമ്മൾ കുഴഞ്ഞു വീഴുന്നു, തല ചുറ്റുന്നു, ഓടി ചെല്ലുന്നു, ഹോസ്പിറ്റലിൽ ചെല്ലുന്നു. അപ്പോൾ പറയുന്നത് നമുക്ക് കൊളസ്ട്രോളുണ്ട്, ഷുഗറുണ്ട്, പ്രഷറുണ്ട്, പിന്നെ ബ്ലോക്കുണ്ട് എന്നൊക്കെ. അപ്പോൾ ഇത് എന്താ നമ്മൾ അറിഞ്ഞില്ല. നേരെ മറിച്ച് അവർക്ക് ഭാഗ്യമുള്ളതുകൊണ്ട് അങ്ങനൊരു സംഭവിച്ചതേ ഉള്ളൂ. അവർക്ക് കുഴപ്പമൊന്നുമില്ല, അവർക്ക് മരുന്ന് കഴിച്ചാൽ മതി. പക്ഷെങ്കിൽ നമുക്കിങ്ങനെ സംഭവിച്ച് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുമ്പോൾ മരിച്ചു എന്ന് കേൾക്കുന്നില്ലേ? അവർക്കൊക്കെ ഇതൊക്കെ കൂടി നമ്മളറിയാതെ തന്നെ ഈ അസുഖങ്ങളൊക്കെ കൂടി പെട്ടെന്ന് ബ്രെയിൻ ഡെത്തുണ്ടായി അങ്ങനെ മരിക്കുന്ന സംഭവങ്ങൾ നമ്മളറിയാതെ സംഭവിക്കുന്നതാണ്. അറിയുവാണെങ്കിൽ നമ്മൾക്ക് ഇത് കുറയ്ക്കാനുള്ള മരുന്നും കഴിക്കാം, നമുക്ക് ആഹാരമൊക്കെ ക്രമീകരിക്കാം. അപ്പം നമുക്ക് മരിക്കാനുള്ളവർ ഞാൻ പറഞ്ഞല്ലോ, എപ്പോഴായാലും മരിക്കുമെങ്കിലും നമുക്ക് അറിഞ്ഞിരുന്നുകൊണ്ട് അതിനെ ഒന്ന് ചികിത്സിക്കാമല്ലോ. നമുക്ക് ഇന്ന അസുഖങ്ങളുണ്ട്, നമുക്ക് അതിനനുസരിച്ച് ഭക്ഷണക്രമം നടത്താം, ഭക്ഷണത്തിൽ ഇങ്ങനെയൊക്കെയുള്ള മാറ്റങ്ങൾ വരുത്താം, നല്ല ഭക്ഷണങ്ങൾ കഴിക്കാം. ഈ നല്ല ഭക്ഷണം എന്ന് ഉദ്ദേശിക്കുന്നത് എന്താ? നമ്മളൊക്കെ മിക്ക ആൾക്കാരും നല്ല ഭക്ഷണം എന്ന് പറയും. ഈ ഇറച്ചി, മുട്ട, പാല്, ഫാറ്റ്, കൊഴുപ്പ് ഇതൊക്കെയാണോ നല്ല ഭക്ഷണം? അല്ല. സമീകൃത ആഹാരം, ബാലൻസ്ഡ് ഡയറ്റ്, ഞാൻ പറഞ്ഞില്ലേ, പച്ചക്കറി, പഴവർഗ്ഗങ്ങൾ, പാല്, മുട്ട ഇതെല്ലാം ഉൾപ്പെടുന്നതാണ്. പണ്ടൊക്കെ ബാലൻസ്ഡ് ഡയറ്റ്, സമീകൃത ആഹാരം എന്ന് പറയുമ്പോൾ നമ്മുടെ പഴയ ആൾക്കാരൊക്കെ പാലും പഴവും മുട്ടയും ഇത് മതി. ഇതിനകത്ത് പിന്നെ നാരുകളും ഉണ്ട്, പൊട്ടാസ്യം, കാൽസ്യം, അങ്ങനെ എല്ലാം ചേർന്നാണ് ഈ ഏത്തയ്ക്ക. അതുപോലെ തന്നെ പാലിനകത്ത് പ്രോട്ടീൻ, കാൽസ്യം എല്ലാം ഉണ്ട്. മുട്ടയ്ക്കകത്ത് പ്രോട്ടീനുണ്ട്, ഹൈ പ്രോട്ടീൻ, നമ്മുടെ ശരീരത്തിൻ്റെ പ്രവർത്തനത്തിന് ആവശ്യമായിട്ടുള്ള പ്രോട്ടീനുണ്ട്. അപ്പം ദിവസം ഒരു മുട്ട വെച്ച് കഴിക്കാൻ പാടില്ല, കാരണം
കൊളസ്ട്രോൾ ഉണ്ടാക്കും. പക്ഷേ എങ്കിലും നമ്മളത് ബാലൻസ് ചെയ്യാൻ വേണ്ടി നമ്മൾ വെജിറ്റബിൾ ഫ്രൂട്ട്സും ഒക്കെ അതിനകത്ത് ആഡ് ചെയ്താൽ മതി. പിന്നെ എക്സസൈസ് നമ്മളുടെ ശരീരത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് വ്യായാമവും ചെയ്യണം. അപ്പം ഞാൻ എവിടെയൊക്കെ കൂട്ടിക്കലർത്തിയൊക്കെയാണ് പറഞ്ഞത്. എന്തൊക്കെയോ പറയാൻ പ്ലാൻ ചെയ്ത് വന്നതാണ്, എല്ലാം അങ്ങ് വിട്ടുപോയി. അപ്പം 35 വയസ്സ് കഴിയുന്നവരും നമ്മൾ ജീവിതശൈലി രോഗം നമുക്ക് പിടിപെട്ടിട്ടുണ്ടോ എന്ന് നമ്മൾ ശ്രദ്ധിക്കണം. നമ്മൾ ക്ലിനിക്കിൽ പോയി അല്ലെങ്കിൽ വേറെ നമുക്ക് ഇഷ്ടമുള്ള ഡോക്ടർമാരെ പോയി കണ്ട് നമ്മളുടെ ബോഡി ചെക്കപ്പൊക്കെ നടത്തണം. നമുക്ക് ഈ അസുഖമൊന്നും ഇല്ലെന്ന് ഉറപ്പ് വരുത്തിയാൽ നമുക്ക് അതേ രീതിയിൽ ഭക്ഷണക്രമം പാലിച്ച് കൊണ്ടുപോയാൽ മതി. നമ്മുടെ ഭക്ഷണത്തിൽ എണ്ണ, ഉപ്പ്, സ്പൈസസ് ഇതൊക്കെ കുറയ്ക്കണം. അപ്പോൾ ഇതൊക്കെ കൂട്ടുന്നത് കൊണ്ടുള്ള അസുഖങ്ങളൊക്കെ വിശദീകരിച്ച് അടുത്ത ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും. ഇപ്പം സമയം അതിക്രമിച്ച് പോകുന്നു. അപ്പം നിങ്ങൾക്ക് ഞാൻ ഈ പറഞ്ഞതൊക്കെ ഇഷ്ടപ്പെട്ടിട്ട് കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. നിങ്ങളോട് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒക്കെ ഞാൻ പറയുകയാണ്. അപ്പം എല്ലാവരും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. എങ്കിൽ മാത്രമേ ഇനി അടുത്ത ഇതേപോലുള്ള വീഡിയോസൊക്കെ ഞാൻ ഇടുകയുള്ളൂ. ഞാൻ ജീവിതശൈലി രോഗങ്ങൾ എന്തൊക്കെയാണ്, അതിൻ്റെ ഭക്ഷണം ഒക്കെ എന്തൊക്കെയാണെന്നൊക്കെ ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പം ഞാൻ പറയാൻ എത്രയൊക്കെ പ്ലാൻ ചെയ്തിരുന്നതാണ്. അപ്പോൾ നമുക്ക് സമയമില്ല, ഇടകലർന്നൊക്കെ പറഞ്ഞു പോയി. ഇനി എന്താ പറഞ്ഞതെന്ന് എനിക്ക് ഇതൊന്ന് ചെക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇനി അടുത്ത ഒരു വീഡിയോ ആയിട്ട് വരുന്നവരെയും എല്ലാവർക്കും എൻ്റെ നന്ദി, നമസ്കാരം.